2026 മാർച്ച് മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിന്റെ പാർട്ട് 2 ക്ലാസ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും അതോടൊപ്പം തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഫസ്റ്റ് പോയിന്റ്, വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? രാകേഷ് ശർമ്മയാണ്. വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം നേടിയ വ്യക്തി രാകേഷ് ശർമ്മ. അടുത്തിടെ വിഴിഞ്ഞത്തെത്തിയ ഇന്ത്യയെ ചുറ്റി സഞ്ചരിച്ച പായ്ക്കപ്പൽ ഏതാണ്? അന്താര പായ്ക്കപ്പലാണ്. അന്താര പായ്ക്കപ്പലാണ്. ഗോവയിൽ നിന്നാണ് പായ്ക്കപ്പൽ പുറപ്പെട്ടത്. ഒന്നുകൂടെ പറയാം, അടുത്തിടെ വിഴിഞ്ഞത്തെത്തിയ ഇന്ത്യയെ ചുറ്റി സഞ്ചരിച്ച പായ്ക്കപ്പൽ ഏതാണ്? അന്താര. ഗോവയിൽ നിന്നാണ് ഈ ഒരു അന്താര എന്ന് പറഞ്ഞ പായ്ക്കപ്പൽ പുറപ്പെട്ടത്. അടുത്ത പോയിന്റ്, മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും IIT കാൺപൂരും സഹകരിച്ച് വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? സതി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. അപ്പൊ പഠിച്ചു വെക്കണം, മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും IIT കാൺപൂരും സഹകരിച്ച് വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? സതി ആപ്ലിക്കേഷനാണ്. സതിയുടെ ഫുൾ ഫോം ആണ് സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഹെൽപ്പ് ഫോർ എൻട്രൻസ് എക്സാംസ് എന്നാണ് സതിയുടെ മുഴുവൻ പേര് വരുന്നത്. അടുത്ത പോയിന്റ്, അടുത്തിടെ മത സ്വാതന്ത്ര്യ ബില്ല് 2026 പാസാക്കിയ സംസ്ഥാന നിയമസഭ ഏതാണ്? മഹാരാഷ്ട്രയാണ് കേട്ടോ. അടുത്തിടെ മതസ്വാതന്ത്ര്യ ബിൽ 2026 പാസാക്കിയ സംസ്ഥാന നിയമസഭ ഏതാണ്? മഹാരാഷ്ട്ര നിയമസഭയാണ്. സന്തോഷ് എച്ചിക്കാനത്തിന്റെ ആദ്യ നോവൽ ഏതാണ്? മാതംഗ ലീലയാണ് കേട്ടോ. അപ്പൊ അടുത്തിടെ പുറത്തിറങ്ങിയ സന്തോഷ് എച്ചിക്കാനത്തിന്റെ ആദ്യ നോവൽ ഏതാണ്? മാതംഗ ലീല. നേപ്പാളിലെ ആദ്യ ട്രാൻസ്ജെൻഡർ വനിതാ MP ആരാണ്? ഭൂമിക ശ്രേഷ്ഠയാണ് കേട്ടോ. ഭൂമിക ശ്രേഷ്ഠയാണ്. നേപ്പാളിലെ ആദ്യ ട്രാൻസ്ജെൻഡർ വനിതാ MP ആരാണ്? ഭൂമിക ശ്രേഷ്ഠയാണ്. ഏത് ക്ഷേത്ര സമുച്ചയം പുനഃസ്ഥാപിക്കാനാണ് ഇന്ത്യയും ഇന്തോനേഷ്യയും പങ്കാളിയായത്? പ്രബന്നൻ ക്ഷേത്ര സമുച്ചയമാണ്. പ്രബന്നൻ ക്ഷേത്ര സമുച്ചയമാണ്. ഏത് ക്ഷേത്ര സമുച്ചയം പുനഃസ്ഥാപിക്കാനാണ് ഇന്ത്യയും ഇന്തോനേഷ്യയും പങ്കാളിയായത്? പ്രബന്നൻ ക്ഷേത്ര സമുച്ചയം. വാഹനങ്ങളിൽ നിന്നുള്ള വായു മലിനീകരണം കുറയ്ക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ആൽഗെ എയർ ടവർ നിലവിൽ വന്ന നഗരം ഏതാണ്? ഡൽഹിയാണ് കേട്ടോ. ഡൽഹിയാണ്. പഠിച്ചു വെക്കണേ, വാഹനങ്ങളിൽ നിന്നുള്ള വായു മലിനീകരണം കുറയ്ക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ആൽഗെ എയർ ടവർ നിലവിൽ വന്ന നഗരം ഡൽഹിയാണ്. അടുത്ത പോയിന്റ്, കടൽ വെള്ളത്തിൽ നിന്ന് കുടിവെള്ളവും വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ ഓഷ്യൻ തെർമൽ എനർജി കൺസർവേഷൻ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ലക്ഷദ്വീപിലാണ്. കടൽ വെള്ളത്തിൽ നിന്ന് കുടിവെള്ളവും വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ ഓഷ്യൻ തെർമൽ എനർജി കൺസർവേഷൻ പ്ലാന്റ് നിലവിൽ വരുന്നത് ലക്ഷദ്വീപിലാണ്. 2026 നടന്ന ഇന്ത്യൻ വെൽസ് ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നറാണ് കേട്ടോ. ജാനിക് സിന്നറാണ്. കിരീടം നേടിയ വനിതാ താരം ആര്യാന സബലങ്കയാണ്. പഠിച്ചു നോക്കണേ, 2026 നടന്ന ഇന്ത്യൻ വെൽസ് ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജാനിക് സിന്നറും 2026 ഇന്ത്യൻ വെൽസ് ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര്യാന സബലങ്കയുമാണ്. അടുത്തിടെ ഇസ്രായേൽ ആക്രമിച്ച ഇറാനിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടം ഏതാണ്? സൗത്ത് പാർട്സ് ആണ് കേട്ടോ. സൗത്ത് പാർട്സ് ആണ്. അപ്പം നമ്മുടെ ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇനി വരുന്ന പരീക്ഷകളിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. അടുത്തിടെ ഇസ്രായേൽ ആക്രമിച്ച ഇറാനിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടം ഏതാണ്? സൗത്ത് പാർട്സ് ആണ്. ഇറാനും ഖത്തറും സംയുക്തമായാണ് ഈ പ്രകൃതിവാതക പാടം പങ്കിടുന്നത് കേട്ടോ. അതോടൊന്ന് പഠിച്ചു വെക്കണേ, ഇറാനും ഖത്തറും സംയുക്തമായാണ് നമ്മുടെ ഈ ഒരു സൗത്ത് പാർട്സ് എന്ന് പറഞ്ഞ എന്താണ് പ്രകൃതിവാതക പാടം പങ്കിടുന്നത്, ഇറാനും ഖത്തറും. സംസ്ഥാന സർക്കാരിന്റെ മാധവ നോളജ് സെന്റർ ഇൻ മാത്തമാറ്റിക്സ് നിലവിൽ വരുന്നത് ഇരിങ്ങാലക്കുടയിലാണ്. ഇരിങ്ങാലക്കുട. കൃഷിയിടത്തിന് സമീപത്തെത്തുന്ന വന്യജീവികളെ ശബ്ദമുണ്ടാക്കി തുരത്താൻ സംസ്ഥാന വനം വകുപ്പ് തയ്യാറാക്കിയ നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ സംവിധാനമാണ് ഫാം ഗാർഡ് കേട്ടോ. ഗാർഡ്. അപ്പൊ ഗാർഡ് എന്ന് പറഞ്ഞ എന്താണ്? സെക്യൂരിറ്റി പോലെ സുരക്ഷ ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്തോണം. കൃഷിയിടത്തിന് സമീപത്തെത്തുന്ന വന്യജീവികളെ ശബ്ദമുണ്ടാക്കി തുരത്താൻ സംസ്ഥാന വനം വകുപ്പ് തയ്യാറാക്കിയ നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ സംവിധാനമാണ് ഫാം ഗാർഡ്.
അടുത്ത പോയിന്റ്, മണം പിടിച്ചുകൊണ്ട് മനുഷ്യരിലെ അർബുദം തിരിച്ചറിയാൻ കേരള പോലീസ് അക്കാദമിയിൽ പ്രത്യേക പരിശീലനം നൽകുന്ന നായിയാണ് ലൈക്ക കേട്ടോ. അപ്പൊ മണം പിടിച്ചുകൊണ്ട് മനുഷ്യരിലെ അർബുദം അഥവാ ക്യാൻസർ തിരിച്ചറിയാൻ കേരള പോലീസ് അക്കാദമിയിൽ പ്രത്യേക പരിശീലനം നൽകുന്ന നായിയാണ് ലൈക്ക. ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് പുഷ്പോത്സവം നടക്കുന്നത് എവിടെയാണ്? ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടുലിപ്പ് ഗാർഡൻ ശ്രീനഗറിലാണ്. പഠിച്ചു വെക്കണേ, ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് പുഷ്പോത്സവം നടക്കുന്നത് എവിടെയാണ്? ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടുലിപ്പ് ഗാർഡൻ ശ്രീനഗറിലാണ്. അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാച്ചിനെ കുറിച്ച് നിങ്ങളോട് പറയാനുണ്ട്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളൊരു ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ടെലഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും 7:30 മുതൽ 8:30 വരെയുള്ള ഒരു 1 hour ലൈവ് സെക്ഷൻ ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡർ സെക്ഷൻ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതോടൊപ്പം തന്നെ PDF നോട്ട്സ്, വീക്കിലി മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. വെറും നിങ്ങൾ എന്താണ് ഒരു ബിരിയാണി മേടിച്ച് കളയുന്ന പൈസ മാത്രമേ 200 രൂപ വരുന്നുള്ളൂ. 6 മാസത്തേക്ക് കറണ്ട് അഫയേഴ്സ് സെറ്റ് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പം താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. ഇനി നമുക്ക് നിരവധി പരീക്ഷകളാണ് വരുന്നത്. ഡിഗ്രി ലെവൽ പരീക്ഷകൾ വരുന്നുണ്ട്, സിവിൽ പോലീസ് ഓഫീസർ വരുന്നുണ്ട്, സിവിൽ എക്സൈസ് ഓഫീസർ വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഫയർമാന്, പിന്നെ 10th ലെവൽ ഖാദി ബോർഡ്, LGS, VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബിവറേജ് LD തുടങ്ങി നിരവധി പരീക്ഷകളാണ് വരുന്നത്. ആ പരീക്ഷകൾക്കൊക്കെ 10ഉം 20 മാർക്കുമാണ് കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസോടെ നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ മറക്കാതിരിക്കും. ഞാൻ ഈ ഒരു ഇനി വരുന്ന പരീക്ഷകൾക്ക് കറണ്ട് അഫയേഴ്സ് ഞാൻ സെറ്റാക്കി തരാം. ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക. വെറും 200 രൂപയ്ക്ക് നിങ്ങൾക്ക് 6 മാസത്തേക്ക് കറണ്ട് അഫയേഴ്സ് സെറ്റാക്കി തരുന്നതാണ്. നമ്മൾ റിവിഷൻ ചെയ്താണ് ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസോടെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്ന രീതിയിൽ നമ്മൾ ഇന്ററാക്റ്റീവ് ക്ലാസ്സസോടെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഈ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അടുത്ത പോയിന്റ് നോക്കാം. ദത്തെടുക്കുന്ന കുട്ടിയുടെ പ്രായപരിധി പരിഗണിക്കാതെ തന്നെ അമ്മമാർക്ക് എത്ര ആഴ്ചത്തെ അവധിക്ക് അർഹതയുണ്ടെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്? 12 ആഴ്ചത്തെ അവധിയാണ്. അപ്പോൾ പഠിച്ചു വെക്കണം, ദത്തെടുക്കുന്ന കുട്ടിയുടെ പ്രായപരിധി പരിഗണിക്കാതെ തന്നെ അമ്മമാർക്ക് എത്ര ആഴ്ചത്തെ അവധിക്ക് അർഹതയുണ്ടെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്? 12 ആഴ്ചത്തെ അവധിയുണ്ടെന്നാണ്. 2026 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 116ാം സ്ഥാനമാണ്. ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 2026 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 116ാം സ്ഥാനം. തുടർച്ചയായ 9ാം തവണയും ഫിൻലൻഡാണ് ഈ പട്ടികയിൽ ഒന്നാമതെത്തിയത് കേട്ടോ. തുടർച്ചയായ 9ാം തവണയും ഫിൻലൻഡാണ് ഈ ഒരു പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്ഥാനം 116ാം സ്ഥാനമാണ്. ഈ ഒരു പട്ടികയിൽ തന്നെ ലോകത്ത് ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യമായിട്ട് തിരഞ്ഞെടുത്തത് അഫ്ഗാനിസ്ഥാനെയാണ്. ലോകത്തെ ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. അടുത്ത പോയിന്റ്, ചൈനയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ദൊരൈ സാമിയാണ്. ചൈനയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ദൊരൈ സാമിയാണ്. അടുത്ത പോയിന്റ്, പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ഊർജ വിതരണം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഗുജറാത്തിലെ മുദ്ര തുറമുഖത്തെത്തിയ ക്രൂഡ് ഓയിൽ ടാങ്കർ ഏതാണ്? ജഗാലാട്കി എന്ന് പറഞ്ഞ ക്രൂഡ് ഓയിൽ ടാങ്കറാണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ ആഴ്ചയ്ക്ക് എന്താണ് എത്തിയൊരു അതായത് മാർച്ച് മാസം അവസാനത്തോടെ എത്തിയൊരു ക്രൂഡ് ഓയിൽ ടാങ്കറാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം, പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ഊർജ വിതരണം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഗുജറാത്തിലെ മുദ്ര തുറമുഖത്ത് എത്തിയ ക്രൂഡ് ഓയിൽ ടാങ്കർ ഏതാണ്? ജഗാലഡ്കിയാണ്. ഗൾഫ് മേഖലയിലെ സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഇന്ത്യൻ നാവികസേനയുടെ ദൗത്യം എന്താണ്? ഓപ്പറേഷൻ സങ്കൽപ്പാണ്. ഓപ്പറേഷൻ സങ്കൽപ്പാണ്. പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഗൾഫ് മേഖലയിലെ അഥവാ പശ്ചിമേഷ്യ ഗൾഫ് മേഖലയിലെ ഗൾഫ് മേഖലയിലെ സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഇന്ത്യൻ നാവികസേനയുടെ ദൗത്യം എന്താണ്? ഓപ്പറേഷൻ സങ്കൽപ്പാണ്. കരിയറിൽ 900 ഗോളുകൾ എന്ന മാന്ത്രിക സംഖ്യയിലെത്തിയ അർജന്റീനിയൻ ഫുട്ബോൾ താരമാരാണ്? ലയണൽ മെസ്സിയാണ്. 900 ഗോളുകൾ എന്ന മാന്ത്രിക സംഖ്യയിലെത്തിയ അർജന്റീനിയൻ ഫുട്ബോൾ താരം. കേന്ദ്ര ഊർജ മന്ത്രാലയം പുറത്തിറക്കിയ 2024-25 രാജ്യത്തെ വൈദ്യുതി വിതരണ കമ്പനികളുടെ റാങ്കിങ്ങിൽ കേരളത്തിൽ നിന്നും ഏറ്റവും മികച്ച നേട്ടം കൈവരിച്ച സ്ഥാപനമാണ് തൃശൂർ കോർപ്പറേഷൻ
ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് TCED എന്ന് പറയും. അതായത് കേന്ദ്ര ഊർജ മന്ത്രാലയം പുറത്തിറക്കിയ 2024-25 രാജ്യത്തെ വൈദ്യുതി വിതരണ കമ്പനികളുടെ റാങ്കിങ്ങിൽ കേരളത്തിൽ നിന്നും ഏറ്റവും മികച്ച നേട്ടം കൈവരിച്ച സ്ഥാപനം ഏതാണ്? തൃശൂർ കോർപ്പറേഷൻ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ്. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മികച്ച പരിശീലനം നൽകുന്നതിനായി രാജ്യത്താദ്യമായി പുറത്തിറക്കിയ ഓൺലൈൻ ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ് ഇ-വിദ്യ എന്ന് പറഞ്ഞ സിസ്റ്റം കേട്ടോ, പോർട്ടൽ കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണേ. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മികച്ച പരിശീലനം നൽകുന്നതിനായി രാജ്യത്താദ്യമായി പുറത്തിറക്കിയ ഓൺലൈൻ ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ് ഇ-വിദ്യ. ഇ-വിദ്യ ഒരു പോർട്ടലാണ്, ഇ-വിദ്യ. അപ്പം അതോടൊപ്പം തന്നെ കണക്ട് ചെയ്ത് പഠിക്കണം. കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? രതൻ യു കേൽക്കർ ആണ്. കേരളത്തിലെ കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ രതൻ യു കേൽക്കർ. അടുത്ത പോയിന്റ്, 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ ചൈന അതിർത്തി വ്യാപാരം പുനരാരംഭിക്കാൻ തീരുമാനിച്ചത് ഏത് ചുരത്തിലൂടെയാണ്? ലിപുലേഖ് പാസിലൂടെയാണ്. ലിപുലേഖ് പാസ് എവിടെയാണ് വരുന്നത്? ഉത്തരാഖണ്ഡിലാണ് ലിപുലേഖ് പാസ് വരുന്നത്. പഠിച്ചു വെക്കണം. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ ചൈന അതിർത്തി വ്യാപാരം പുനരാരംഭിക്കാൻ തീരുമാനിച്ചത് ഏത് ചുരത്തിലൂടെയാണ്? ലിപുലേഖ് പാസ്, ഉത്തരാഖണ്ഡ്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി സൗഹൃദവും ശാസ്ത്രീയവുമായ മാലിന്യ സംസ്കരണം ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച ക്യാമ്പയിനാണ് ഗ്രീൻ ബട്ടൺ. ഒന്നുകൂടെ പറയാം. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി സൗഹൃദവും ശാസ്ത്രീയവുമായ മാലിന്യ സംസ്കരണം ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച ക്യാമ്പയിനാണ് ഗ്രീൻ ബട്ടൺ. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അടുത്ത പോയിന്റ്, 2026 മാർച്ചിൽ ആന്ധ്രാപ്രദേശിൽ ഭിന്നശേഷിക്കാർക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ ബസ് യാത്ര അനുവദിക്കുന്ന പദ്ധതിയാണ് ദിവ്യാംഗ ശക്തി പദ്ധതി കേട്ടോ. പഠിച്ചു വെക്കണേ. 2026 മാർച്ചിൽ ആന്ധ്രാപ്രദേശിൽ ഭിന്നശേഷിക്കാർക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ ബസ് യാത്ര അനുവദിക്കുന്ന പദ്ധതി ഏതാണ്? ദിവ്യാംഗ ശക്തി പദ്ധതിയാണ്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആരാണ്? ചന്ദ്രബാബു നായിഡു ആണ്. അടുത്ത പോയിന്റ്, നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും സാമ്പത്തിക ദുരുപയോഗങ്ങളും തടയുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷനാണ് സി-വിജിൽ കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. സി-വിജിൽ. അപ്പൊ സി-വിജിൽ എന്താണ്? നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും സാമ്പത്തിക ദുരുപയോഗവും തടയുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷനാണ് സി-വിജിൽ. അടുത്ത പോയിന്റ്, നിയമവിരുദ്ധമായി ചൂതാട്ടവും വാതുവെപ്പും നടത്തിയ എത്ര വെബ്സൈറ്റുകളും മൊബൈൽ ആപ്ലിക്കേഷനുകളുമാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ നിരോധിച്ചത്? 300 വെബ്സൈറ്റുകളും 300 ആണേ, കണക്ക് 300 ആണേ. പഠിച്ചു നോക്കണം. നിയമവിരുദ്ധമായ ചൂതാട്ടവും വാതുവെപ്പും നടത്തിയ എത്ര വെബ്സൈറ്റുകളും മൊബൈൽ ആപ്ലിക്കേഷനുകളുമാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചത്? 300 എണ്ണമാണ്. കേരളത്തിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ റോബോട്ടിക് മുട്ടുമാറ്റിവെക്കൽ വിജയകരമായി പൂർത്തിയാക്കിയത് എവിടെയാണ്? കോട്ടാത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി, അട്ടപ്പാടിയാണ്. കേരളത്തിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ റോബോട്ടിക് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് കോട്ടാത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി, അട്ടപ്പാടിയാണ്. സംസ്ഥാനത്തെ 86% സ്കൂളുകളെയും പുകയില രഹിത വിദ്യാഭ്യാസ മേഖലകളായി സാക്ഷ്യപ്പെടുത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മേഘാലയയാണ് കേട്ടോ. കേരളമല്ല, മേഘാലയയാണ്. പഠിച്ചു നോക്കണേ. സംസ്ഥാനത്തെ 86% സ്കൂളുകളെയും പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി സാക്ഷ്യപ്പെടുത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മേഘാലയയാണ്. മേഘാലയ. അടുത്ത പോയിന്റ്, ഏഷ്യ കപ്പ് വനിതാ ഫുട്ബോൾ കിരീടം നേടിയത് ജപ്പാനാണ്. ഏഷ്യ കപ്പ് വനിതാ ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? ജപ്പാനാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA-മാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ ശമ്പളം താൽക്കാലികമായി വെട്ടിക്കുറച്ച സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശാണ്. സംസ്ഥാനത്തുടനീളമുള്ള കുടുംബങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷ നൽകുക എന്ന ലക്ഷ്യത്തോടെ തെലങ്കാന സർക്കാർ ആരംഭിച്ച ഫാമിലി ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയാണ് ഇന്ദിരാമ ഫാമിലി ലൈഫ് ഇൻഷുറൻസ് പദ്ധതി കേട്ടോ. പഠിച്ചു വെക്കണം. സംസ്ഥാനത്തുടനീളമുള്ള കുടുംബങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷ നൽകുക എന്ന ലക്ഷ്യത്തോടെ തെലങ്കാന സർക്കാർ ആരംഭിച്ച ഫാമിലി ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയാണ് ഇന്ദിരാമ ഫാമിലി ലൈഫ് ഇൻഷുറൻസ് പദ്ധതി. തെലങ്കാന ഭരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതിക്ക് ഇന്ദിരാഗാന്ധിയുടെ പേരിട്ടേക്കുന്നത്. ഇന്ദിരാമ ഫാമിലി ലൈഫ് ഇൻഷുറൻസ് പദ്ധതി എന്ന് പേരിട്ടിരിക്കുന്നത്. തെലങ്കാനയുടെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? രേവന്ത് റെഡ്ഡിയാണ് കേട്ടോ.
അടുത്ത പോയിന്റ്, വയോധികരായ മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത സർക്കാർ സ്വകാര്യ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക വെട്ടിക്കുറച്ച് മാതാപിതാക്കൾക്ക് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനവും തെലങ്കാനയാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. വയോധികരായ മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത സർക്കാർ സ്വകാര്യ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും ഒരു നിശ്ചിത തുക വെട്ടിക്കുറച്ച് മാതാപിതാക്കൾക്ക് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം തെലങ്കാന. ഹൃദയ തകരാറുള്ളവർക്കായി ഹോപ്പ് എന്ന പേരിൽ കേരളത്തിൽ സർക്കാർ സ്വകാര്യ മേഖലകളിൽ തന്നെ ആദ്യമായി ഒരു പ്രത്യേക തീവ്ര പരിചരണ വിഭാഗം ആരംഭിച്ച ആശുപത്രിയാണ് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേട്ടോ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പഠിച്ചു വെക്കണേ. ഹൃദയ തകരാറുള്ളവർക്കായി ഹോപ്പ് എന്ന പേരിൽ കേരളത്തിൽ സർക്കാർ സ്വകാര്യ മേഖലകളിൽ തന്നെ ആദ്യമായി ഒരു പ്രത്യേക തീവ്ര പരിചരണ വിഭാഗം ആരംഭിച്ച ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. 2026 റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യയാണ്. ഭീം പേയ്മെന്റ് ആപ്പിന്റെ പുതിയ ബ്രാൻഡ് അംബാസഡറായി പ്രഖ്യാപിക്കപ്പെട്ട കായിക താരം MS ധോണിയാണ് കേട്ടോ. ഭീം പേയ്മെന്റ് ആപ്പിന്റെ പുതിയ ബ്രാൻഡ് അംബാസഡറായി പ്രഖ്യാപിക്കപ്പെട്ട കായിക താരം ആരാണ്? MS ധോണിയാണ്. ഭീം എന്നതിന്റെ ഫുൾ ഫോം എന്ന് അറിഞ്ഞിരിക്കണം. ഭാരത് ഇന്റർഫേസ് ഫോർ മണിയാണ്. ഭാരത് ഇന്റർഫേസ് ഫോർ മണിയാണ് ഭീമിന്റെ ഫുൾ ഫോം. അടുത്ത പോയിന്റ്, പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? ഫിലിപ്പീൻസ് ആണ് കേട്ടോ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഏഷ്യൻ രാജ്യം ഫിലിപ്പീൻസ് ആണ്. 2025 35ാമത് സരസ്വതി സമ്മാൻ ലഭിച്ച പ്രമുഖ ബംഗാളി സാഹിത്യകാരനാരാണ്? രാംകുമാർ മുഖോപാധ്യായാണ് കേട്ടോ. 2025 35ാമത് സരസ്വതി സമ്മാൻ ലഭിച്ച പ്രമുഖ ബംഗാളി സാഹിത്യകാരൻ രാംകുമാർ മുഖോപാധ്യായാണ്. 2026 മാർച്ചിൽ ദേശീയ പിന്നാക്ക കമ്മീഷന്റെ പുതിയ അധ്യക്ഷയായ വ്യക്തിയാണ് സാധ്വി നിരഞ്ജൻ ജ്യോതി കേട്ടോ. സാധ്വി നിരഞ്ജൻ ജ്യോതി. അപ്പം ദേശീയ പിന്നാക്ക കമ്മീഷന്റെ പുതിയ അധ്യക്ഷ ആരാണ്? സാധ്വി നിരഞ്ജൻ ജ്യോതിയാണ്. സ്ത്രീകൾക്ക് ഡിജിറ്റൽ സുരക്ഷയെക്കുറിച്ച് അവബോധം നൽകുന്നതിനായി ദേശീയ വനിതാ കമ്മീഷനും ട്രൂകോളറും ചേർന്ന് പുറത്തിറക്കിയ ഇന്ററാക്റ്റീവ് ഡിജിറ്റൽ ടൂൾ കിറ്റാണ് സൈബർ സഖി. നിലവിലെ ലോക ചെസ് ചാമ്പ്യനായ ഡി ഗുഗേഷിന്റെ എതിരാളിയെ കണ്ടെത്താനുള്ള കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ മത്സരിക്കുന്ന ഏക ഇന്ത്യൻ താരമാരാണ്? ആർ പ്രഗ്യാനന്ദയാണ് കേട്ടോ. ആർ പ്രഗ്യാനന്ദ. അടുത്ത പോയിട്ട്, 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലം ഏതാണ്? കൊടുവള്ളി മണ്ഡലമാണ്. 13 സ്ഥാനാർത്ഥികളാണ് കൊടുവള്ളി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണേ. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലം കൊടുവള്ളി മണ്ഡലമാണ്. കൊടുവള്ളി മണ്ഡലത്തിലാണ് 13 സ്ഥാനാർത്ഥികളാണ് ഈ വട്ടം മത്സരിക്കുന്നത്. കൊടുവള്ളി മണ്ഡലത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ തന്നെ കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങളിലായി ആകെ 890 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. പഠിച്ചു വെക്കണേ. കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങളിലായി ആകെ 890 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. കിടപ്പ് രോഗികൾക്കും പ്രായമായവർക്കും വീട്ടിലെത്തി സാന്ത്വന പരിചരണം ഉറപ്പാക്കുന്നതിനായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സാന്ത്വന മിത്രം പദ്ധതി. 2026 മാർച്ചിൽ സ്വന്തം വ്യക്തിത്വ അവകാശങ്ങളും പരസ്യ അവകാശങ്ങളും വാണിജ്യപരമായ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനായി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല ഇടക്കാല ഉത്തരവ് നേടിയ മലയാള ചലച്ചിത്ര നടൻ ആരാണ്? നമ്മുടെ മോഹൻലാലാണ് കേട്ടോ. മോഹൻലാലാണേ. അടുത്ത പോയിന്റ്, 2026 മാർച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ആഷ്ലി വെസ്റ്റ്വുഡ് ആണ്. 2026 മാർച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായി ചുമതലയേറ്റ വ്യക്തി ആഷ്ലി വെസ്റ്റ്വുഡ്. ഏത് ഒളിമ്പിക്സ് മുതലാണ് ട്രാൻസ്ജെൻഡർ വനിതകൾക്ക് വനിതാ വിഭാഗം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി വിലക്കേർപ്പെടുത്താൻ തീരുമാനിച്ചത്? 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് മുതലാണ്. സംസ്ഥാന നിയമസേവന അതോറിറ്റി, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ജനമൈത്രി പോലീസ് എന്നിവർ സംയുക്തമായ യുവാക്കളിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച ബോധവൽക്കരണ പരിപാടിയാണ് എന്റെ വോട്ട് എന്റെ ശക്തി. എന്താണ് അപ്പൊ ബോധവൽക്കരണ പരിപാടിയുടെ പേര്? എന്റെ വോട്ട് എന്റെ ശക്തി. 2026 ഗണിതശാസ്ത്രത്തിനുള്ള ആബേൽ സമ്മാനം ലഭിച്ചതാർക്കാണ്?
ഗേർഡ് ഫാൾട്ടിങ്സിനാണ്. ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ജർമ്മൻ പൗരനും കൂടിയാണ് ഇദ്ദേഹം. പഠിച്ചു വെക്കണേ. 2026 ഗണിതശാസ്ത്രത്തിനുള്ള ഏബൽ സമ്മാനം ലഭിച്ചതാർക്കാണ്? ഗേർഡ് ഫാൾട്ടിങ്സിനാണ്. ഈ ഒരു പുരസ്കാരം നേടുന്ന ആദ്യ ജർമ്മൻ പൗരനാണ്. അടുത്ത പോയിന്റ്, MLA-മാരുടെ നിയമസഭയിലെ ദൈനംദിന ഇടപെടലുകൾ, ഹാജർ, സഭയിൽ ഉന്നയിച്ച ചോദ്യങ്ങൾ എന്നിവ പൊതുജനങ്ങൾക്ക് വിലയിരുത്തുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച ഡിജിറ്റൽ ഡാറ്റാബേസ് പോർട്ടലാണ് MLAtrack.com. കേട്ടോ. നേപ്പാളിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി അധികാരമേറ്റതാരാണ്? ബാലേന്ദ്ര ഷായാണ്. നേപ്പാളിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ആരാണ്? ബാലേന്ദ്ര ഷാ. 2027 നടക്കാൻ പോകുന്ന ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായതാരാണ്? സുദർശൻ പട്നായിക്കാണ്. കേട്ടോ. സുദർശൻ പട്നായിക്കാണ്. അപ്പൊ 2027 നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? സുദർശൻ പട്നായിക്കാണ്. ആരാണ് സുദർശൻ പട്നായിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശസ്ത സാൻഡ് ആർട്ടിസ്റ്റ് ആണ് സുദർശൻ പട്നായിക്. കേട്ടോ. പ്രശസ്ത സാൻഡ് ആർട്ടിസ്റ്റ് ആണ് സുദർശൻ പട്നായിക്. ഭിന്നശേഷിക്കാരുടെ വോട്ടവകാശം ഉറപ്പാക്കുന്നതിനായി കേരളത്തിൽ ആദ്യമായി കോട്ടയം ജില്ലയിലെ പാലായിൽ ആരംഭിച്ച പ്രത്യേക ബോധവൽക്കരണ പദ്ധതിയാണ് സമ്മതി പദ്ധതി. കേട്ടോ. പഠിച്ചു വെക്കണേ. ഭിന്നശേഷിക്കാരുടെ വോട്ടവകാശം ഉറപ്പാക്കുന്നതിനായി കേരളത്തിൽ ആദ്യമായി കോട്ടയം ജില്ലയിലെ പാലായിൽ ആരംഭിച്ച പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിനാണ് സമ്മതി. ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ 18ാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ സംസ്ഥാനം കേരളമാണ്. 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്തുന്ന ആദ്യ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ്. 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമങ്ങളിലേക്കുള്ള വിലക്ക് ഏർപ്പെടുത്തുന്ന ആദ്യത്തെ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2027 പൂർത്തിയാക്കുന്നത്? 8ാമത്തെ സെൻസസ് ആണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2027 പൂർത്തിയാക്കുന്നത്? 8ാമത്തെ സെൻസസ് ആണ്. അതോടൊപ്പം തന്നെ രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സെൻസസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പുറത്തിറക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടർ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്യണേ. ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതോടൊപ്പം തന്നെ ചാനൽ മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വെക്കുക. ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ കാര്യം മറക്കരുത്. ടെലഗ്രാമിൽ നടക്കുന്ന കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. വെറും 200 രൂപയ്ക്ക് ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് സെറ്റാക്കി തരുന്നതാണ് ഞാൻ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമാവുന്നതാണ്. നമ്മൾ ഈ എടുക്കുന്ന ക്ലാസ്സിന്റെ എല്ലാ നോട്ട്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ ഒരു ബാച്ചിൽ കൂടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കേട്ടോ. അപ്പം നമ്മുടെ മാക്സിമം നമ്മുടെ ക്ലാസ്സുകൾക്കും അതുപോലെ തന്നെ PSC-യുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾക്കും അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ്സുകൾക്കും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോകൾക്കൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും